നല്ല വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോഴേ പോകാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ. ഇത് നമ്മൾ 1-2 കൊല്ലമായി തുടങ്ങിയിട്ട് ലഹം എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. മഞ്ചേരിയിലെ കച്ചേരിപ്പടി സ്റ്റാൻഡിൻ്റെ IGBT സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ളതാട്ടോ. ഇത് നല്ല ബീഫിൻ്റെ ചില്ലിയാണ് കേട്ടോ. ചില്ലി ബീഫ് സെമി ഗ്രേവി ആയിട്ട്, പിന്നെ നല്ല ബീഫ് റിബ് വരട്ടിയതും ചിക്കൻ വരട്ടിയതും ഒക്കെ ഉണ്ട്. ഇത് നല്ല അടിപൊളി ചിക്കൻ ടിക്കയാണ് കേട്ടോ. അവരുടെ ടിക്കയും അൽഫാമും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നല്ല കടായിലൊക്കെ ഇട്ട് വരട്ടിയ നല്ല ഡാർക്ക് കളറായ ബീഫ് റിബ്, ഇതാണ്. പിന്നെ അവരുടെ ബീഫ് ചില്ലി, കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ഡ്രൈ അല്ലാത്തൊരു സെമി ഗ്രേവിയുള്ള ബീഫ് ചില്ലി കേട്ടോ. അങ്ങനെ റോട്ടിയും ഈ ഐറ്റംസൊക്കെ എല്ലാ ഐറ്റംസും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചൊക്കെ കുറച്ച് ഓർഡർ ചെയ്തു കേട്ടോ. ബീഫ് റിബ് അവരുടെ അടുത്ത് പറയേണ്ട ഒരു സാധനം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ആ പുരണ്ടുകൊണ്ടുള്ള അരവ് മാത്രം മതി കേട്ടോ ശരിക്കും ആ റോട്ടി ഞാനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ ഒരു നല്ല സ്പൈസി ആയിട്ട് ക്യാബേജും കുറേ ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടിയിട്ട ഒരു നല്ല സ്പൈസി സാലഡും ഉണ്ട് കേട്ടോ. ഈ സാലഡും ബീഫ് റിബും ഒക്കെ ഒന്ന് പിച്ചി ഒരു കഷ്ണമൊക്കെ വെച്ച് ഒരു കഷ്ണം റോട്ടി കഴിച്ച് നോക്കണം കേട്ടോ. നല്ല കിഡിലൻ ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ ഈ ബ്രോസ്റ്റും അൽഫാമും ഒക്കെ മാത്രം കഴിച്ചാൽ പോരല്ലോ, ഒരു വെറൈറ്റി ഒക്കെ ഇടയ്ക്ക് പിടിക്കണ്ടേ. പിന്നെ അതിൻ്റെ കൂടെ നല്ല മീൻ ചട്നിയും വൈറ്റ് സോസും ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ബട്ടർ നാനൊക്കെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ജ്യൂസുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ജ്യൂസുകളും അതുപോലെ 7up പെപ്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് ഈ മസാല കുൽച്ച. അതും മഞ്ചേരി വേറെ ഒരുവിധം ഷോപ്പുകളിലൊന്നും കിട്ടില്ല എന്നാണ് തോന്നുന്നത്. വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ മസാല കുൽച്ച കേട്ടോ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഗ്രേവിയുള്ള ബീഫ് ചില്ലി കേട്ടോ. അങ്ങനെ അത് നല്ല ബോൺലെസ് ആണ്, ഇളയ മീറ്റ് ആയതുകൊണ്ടാണ് കാണുമ്പോൾ ഒരു ചിക്കനൊക്കെ പോലെയുണ്ട് കേട്ടോ. ഇവർ പറഞ്ഞു നല്ല ഇളയ മീറ്റ് നോക്കിയെടുത്തിട്ടാണ് ഈ ബീഫ് ചില്ലി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഗ്രേവി ടൈപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്. അതും ഈ റോട്ടിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഏതായാലും ഈ കറികളും ഈ സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു പ്ലെയിൻ ഗ്രേവിയും കൂടി നമുക്ക് വേണമെങ്കിൽ കഴിക്കാൻ തരും കേട്ടോ. പിന്നെ ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റോട്ടിയിൽ നിർത്താമെന്ന് വിചാരിച്ച പ്ലാനിങ് ഒന്നും നടന്നില്ല. രണ്ടാമതൊരു റോട്ടിയും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ ഈ വൈറ്റ് സോസും മിൻ ചട്നിയൊക്കെ ഉണ്ട്, അത് രണ്ടും കൂട്ടി തിന്നാനാണ് ഈ ടിക്കയ്ക്ക് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ആ മിൻ ചട്നി നല്ല രസമാണ്. ഒരു കഷ്ണം റോട്ടി എടുത്തിട്ട് നമ്മൾ ഈ മിൻ ചട്നിയിലും വൈറ്റ് സോസിലൊക്കെ മുക്കി പിന്നെ ഒരു ടിക്കയുടെ പീസും കൂടി കൂട്ടി ഇങ്ങനെ കഴിക്കണം കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ, നല്ല ബീഫ് റിബും ടിക്കയൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നേരെ നമ്മൾ മഞ്ചേരി കച്ചേരിപ്പടി സ്റ്റാൻഡിലുള്ള ലഹമിലേക്ക് വിട്ടോ കേട്ടോ. ഇതിപ്പോൾ പുതിയ ഷോപ്പൊന്നും അല്ല കേട്ടോ, തുടങ്ങിയിട്ട് 1-2 വർഷമൊക്കെ കുറേ കാലമായി ഞങ്ങളിപ്പോൾ പോയിട്ട്. അപ്പോൾ ഇന്ന് വീണ്ടും ഒന്ന് ഒരു സ്പെഷ്യലൊക്കെ കഴിക്കാൻ വേണ്ടി പോയി.